നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. ടിപ്പിക്കൽ തിരുവനന്തപുരം സ്റ്റൈലിൽ സംസാരിച്ചിരുന്ന ഒരു മനുഷ്യനായ ഒരു സിനിമാക്കാരൻ കൂടി വിട പറഞ്ഞു. വിക്രമൻ നായർ എന്നാണ് സിനിമയിലെ ടൈറ്റിലൊക്കെ എഴുതി കാണിക്കുന്നത്. പരിചയമുള്ള എന്നെ പോലുള്ളവർ വിളിക്കുന്നത് മണിയണ്ണ എന്നായിരുന്നു. എങ്ങനെയാണെന്നറിയില്ല, മെരിലാൻഡ് സ്റ്റുഡിയോ ഇരിക്കുന്ന റോഡിൽ ഒരുപാട് മേക്കപ്പ് മാൻമാരുണ്ട്. ഇപ്പോൾ ഉദയ ചിത്രങ്ങളൊക്കെ ചെയ്തിരുന്ന വേലപ്പൻ നായർ, ഞാൻ സ്നേഹപൂർവ്വം വേലപ്പൻ മാമാന്ന് വിളിക്കുന്ന വേലപ്പൻ നായർ, ഈ പറയുന്ന വിക്രമൻ നായർ എന്ന മണിയണ്ണൻ, ഹരൻ സാറിൻ്റെ പടങ്ങളൊക്കെ ചെയ്തിരുന്ന ബാലകൃഷ്ണൻ സാർ, പിന്നെ ജയചന്ദ്രൻ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് ഏഷ്യാനെറ്റിൽ മേക്കപ്പ് മാനായിട്ട് പോയ നേമ മോഹൻ മാത്രമാണ് ഇപ്പോൾ ഉള്ളതെന്ന് തോന്നുന്നു. ബാക്കി ഒന്നൊന്നായിട്ട് പോയി. മോഹൻ വളരെ ചെറുപ്പമാണ്, ഇവരുടെയൊക്കെ അസിസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ പറയുന്ന വിക്രമൻ നായരും മെരിലാൻഡിൻ്റെ ഒരു പ്രോഡക്റ്റായിരുന്നു. 150-ലധികം സിനിമകൾ, അതിൽ മലയാളം മാത്രമല്ല തമിഴും ഹിന്ദിയും തെലുങ്കും ഒക്കെ ഉണ്ടായിരുന്നു. 81 വയസ്സുണ്ടായിരുന്നു മണിയണ്ണനെന്ന് ഞാൻ അറിയുന്നത് മരിച്ച വിവരം അറിഞ്ഞപ്പോഴാണ്. കണ്ട പറയുകയില്ല, കാരണം 10-40 വർഷമായിട്ട് ഞാൻ കാണുന്നു. നിത്യഹരിത നായകനെ പോലെ എന്നും ഒരേ സ്വഭാവം, ഒരേ മുഖം, ഒരേ വർത്തമാനം, ഒരേ ശൈലിയായിരുന്നു. 10-40 വർഷമായി മണിയണ്ണനെ ഞാൻ കാണുന്നു. എൻ്റെ ഏത് സീരിയലാണെന്നുണ്ടാ ആർക്കോ ക്ലാഷിന് പകരം മേക്കപ്പനായിട്ട് എൻ്റെ സെറ്റിൽ വന്നിട്ടുണ്ട്. ഈ നിൽക്കുന്ന സംവിധാനം ചെയ്യുന്നവൻ എൻ്റെ നാട്ടുകാരനാണെന്നോ എനിക്ക് പരിചയമുള്ള ആളാണെന്നോ ഒന്നും കാണിക്കില്ല വിക്രമൻ നായർ. അത് എനിക്ക് തോന്നുന്നു എന്നോട് മാത്രമല്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തത് പ്രിയദർശനോടൊപ്പമാണ്. പ്രിയദർശനെ കണ്ടാലും ഇത് തന്നെയാണ് പുള്ളിയുടെ ആത്യന്തികമായ ഭാവം. തൻ്റെ ജോലി നന്നായി ചെയ്യുക, എവിടെയെങ്കിലും പോയി മിണ്ടാതിരിക്കുക, ഇതായിരുന്നു മണിയണ്ണൻ്റെ ഒരു ശീലം. പ്രിയദർശൻ്റെ കിലുക്കം, കാലാപാനി, തേന്മാവും കുമ്പത്തടക്കം ഒരുപാട് സിനിമകളുടെ മേക്കപ്പ് മാൻ. അദ്ദേഹത്തിൻ്റെ ഹിന്ദി സിനിമകളിലും ഒക്കെ പ്രിയദർശൻ മണിയണ്ണനെ കൊണ്ട് മേക്കപ്പ് ചെയ്യിച്ചിട്ടുണ്ട്. പിന്നെ വേണു നാഗവള്ളി, ശിവകുമാരൻ തമ്പി തുടങ്ങിയ കുറേ സംവിധായകരോടൊപ്പവും അദ്ദേഹം സഹകരിച്ചിരുന്നു. മിതഭാഷിയായ, ചെയ്യുന്ന ജോലിയോട് മാത്രം കൂറുള്ള, ഞാനൊരു സിനിമാക്കാരനാണ് എന്നുള്ള ഭാവമെടുത്ത് തലയിൽ വയ്ക്കാത്ത തനി നാട്ടുംപുറത്തുകാരനായ മണിയണ്ണൻ വിട പറഞ്ഞു. ആ വലിയ മനസ്സിന്, ആ വലിയ മനുഷ്യൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. നമസ്കാരം. സിനിമാ വാരഫലത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് കൂടി സ്വാഗതം. 7 മാസത്തോളം കാലം മലയാളിയെ മുൾമുനയിൽ നിർത്തിയ അനാരോഗ്യത്തെ പറഞ്ഞുവിട്ട് നമ്മുടെ മമ്മൂക്ക ഹൈദരാബാദിലെ മഹേഷ് നാരായണൻ്റെ പാട്രിയറ്റ് എന്ന് പറഞ്ഞ സിനിമയിലെ ബാക്കി ഭാഗം ചിത്രീകരിക്കാനായി പോയി. മദ്രാശിയിൽ നിന്ന് ഇപ്പോൾ കുറേ കാലമായിട്ട് അദ്ദേഹം വണ്ടി ഓടിക്കാറില്ല. പ്രായമൊക്കെ ആയില്ലേ, 74 വയസ്സായില്ലേ. പക്ഷേ ഞാൻ വീണ്ടും നല്ല ഒരു അംഗത്തിനൂടി ബാല്യമുണ്ടെന്ന് തെളിയിക്കാനായിരിക്കാം ചുറുചുറുക്കോടെ, അല്ലെങ്കിൽ 10-7 ദിവസം വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടിയതിൻ്റെ ഒരു വൈഷമ്യം മാറാനായിരിക്കാം മദ്രാശിയിലെ വീട്ടിൽ നിന്നും സ്വയം ഡ്രൈവ് ചെയ്ത് തനിക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തും വിധം കാർ ഓടിച്ച് മദ്രാസ് എയർപോർട്ടിൽ കൊണ്ടു നിർത്തുമ്പോൾ അവിടെ കിട്ടിയ യാത്രയപ്പോൾ ഹൈദരാബാദിൽ ചെന്നിറങ്ങിയപ്പോൾ അവിടെ കാത്തുനിന്നവരും കൂടി സ്നേഹം കൊണ്ട് മമ്മൂക്കയെ വീർപ്പ് മുട്ടിച്ചു എന്ന് തന്നെ പറയാം. 17 വർഷത്തിന് ശേഷമാണ് മമ്മൂട്ടിയും മോഹൻലാലും അവരുടെ ഒരു കോംബോയിൽ ഒരു സിനിമ വരുന്നത്. കൂടെ ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും നയൻതാരയൊക്കെ ഉണ്ട്. പാട്രിയറ്റ് ഒരു വലിയ ചർച്ചാ വിഷയമാകുന്ന സിനിമ ആവാൻ സാധ്യതയുണ്ട്. തൻ്റെ സിനിമാ ജീവിതത്തിൽ ഇത്രയും നീണ്ടൊരു ഇടവേള ഇതുവരെ മമ്മൂട്ടി എടുത്തിട്ടില്ല. തൻ്റെ വിൽ പവർ കൊണ്ട് അദ്ദേഹം അത്ഭുതകരമായി രോഗത്തിൽ നിന്നും കരകയറി എന്ന് തന്നെ പറയാം. ഈ തിരിച്ചുവരവിൽ ഏറ്റവും അധികം സന്തോഷിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്നത് ആൻഡോ ജോസഫ് ആയിരിക്കും. മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിച്ചു വരുന്ന സീനുകൾ കൊച്ചിയിലെ സെറ്റിലാവും ഇനി ചിത്രീകരിക്കുക. ശ്രീലങ്കയിലായിരുന്നല്ലോ ആദ്യത്തെ ഷെഡ്യൂൾ. UK-യിൽ അടക്കം ചിത്രീകരണമുള്ള സിനിമയാണ് പാട്രിയറ്റ്. ഇനി UK-യിലൊക്കെ പോകണം.
അസർബൈജാൻ, ഡൽഹി, ഷാർജ, ലഡാക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലും പാട്രിയറ്റ് ചിത്രീകരിച്ചിരുന്നു. മലയാളത്തിന് താങ്ങാവുന്നതിനും അപ്പുറമുള്ളൊരു സിനിമയായിരിക്കണം പാട്രിയറ്റ്. അതുപോലെ തന്നെ ഒരു വലിയ വിജയമാകട്ടെ ആ ചിത്രം. സ്നേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു എന്നായിരുന്നു മമ്മൂക്കയുടെ ആദ്യത്തെ കമൻറ്റ്. എയർപോർട്ടിൽ വെച്ച് കൊടുത്ത ബൈറ്റിൽ പറഞ്ഞത് അങ്ങനെയാണ്, സ്നേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു. ഇവിടെ ഒന്ന് ഓർമ്മിപ്പിക്കണം മമ്മൂക്കയെ. നിങ്ങൾ അസുഖബാധിതനാണ് എന്നറിഞ്ഞപ്പോൾ ഒരു പന്ന ചെറുക്കനടക്കം പറഞ്ഞ കണക്ക് ആ പറഞ്ഞതൊക്കെ കമൻറ്റുകൾ നിങ്ങൾ കേട്ടിരിക്കും, അത് ഉറപ്പാണ്. കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രമേ ഉണ്ടാകൂവെന്നും ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേരുണ്ടാവുമെന്നും മനോഹരമായൊരു പാട്ടുണ്ട്. കഴിഞ്ഞ 7 മാസക്കാലം കൊണ്ട് താങ്കൾ ഈ വരികൾ പഠിച്ചിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അടുത്തത്, നമ്മളിത് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയതിൻ്റെ, അല്ലെങ്കിൽ രണ്ടാമതും മലയാളത്തിന് ഫാൽക്കെ കൊണ്ടുവന്നതിൻ്റെ ഒരു സ്വീകരണമാണ്. ആ സ്വീകരണത്തിന് ചെല്ലണം എന്ന് പറഞ്ഞാൽ ചലച്ചിത്ര അക്കാദമിയിൽ നിന്ന് എനിക്ക് സജി ചെറിയാൻ്റെ ഓഫീസിൽ നിന്ന് ഒരു കത്ത് വന്നു. ഇന്നലെ ഞാൻ പത്തനാപുരത്തായിരുന്നു, ഗാന്ധി ഭവനിൽ. അവിടെ 25 നിർത്തനരായ പെൺകുട്ടികളുടെ വിവാഹമായിരുന്നു. ആ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയി ഞാൻ, സിന്ധു കൂടി. തിരിച്ചു വരുമ്പോൾ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് ഹോൾഡ് ചെയ്യാമോ, കെ മധു സാറിന് കൊടുക്കാം. അപ്പോൾ കെ മധു ആണല്ലോ ഇപ്പോൾ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാൻ. അദ്ദേഹത്തിന് ഫോൺ കണക്ട് ചെയ്തു. എടുത്തുടൻ തന്നെ പറഞ്ഞു, ആ മിസ്റ്റർ ദിനേശ് എന്ന് വിളിച്ചു. എന്നെ എവിടെ വെച്ചിട്ടുണ്ടെങ്കിലും ദിനേശ് എന്ന് വിളിക്കുന്ന ആളാണ്. മിസ്റ്റർ ചേർത്ത് വിളിച്ചു. ഞാൻ അറിയാതെ പൊട്ടിച്ചിരിച്ചു പോയി. മധുചേട്ടനും ചിരിച്ചു. മധുചേട്ടൻ കൊച്ചു കാര്യങ്ങൾ മതിയില്ല ചിരിക്കാൻ. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് നമ്മൾ മോഹൻലാലിന് സ്വീകരണം കൊടുക്കുകയാണ്, അപ്പോൾ നിശ്ചയമായും ദിനേശ് എത്തണം. പിന്നെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മുന്നിൽ ഈ VIP പാസും, പുറകിൽ ആർക്കും കയറിയിരുന്ന് കാണാൻ, ഒരാളെയും തടയരുതെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദിനേശ് വന്നാൽ പലർക്കും മനസ്സിലാവും. എങ്കിൽ പോലും ചിലപ്പോൾ ചില സന്ദർഭത്തിൽ ദിനേശ് കയറി വരുമ്പോൾ ആരാ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഇനി അത് മതി, അത് വേണ്ട, ദിനേശൊരു കാര്യം ചെയ്യും, ഞാൻ എൻ്റെ KSFDC ഓഫീസിൽ, വഴുതക്കാട്ടുള്ള ഓഫീസിൽ ഞാൻ പാസ് കൊടുത്തേക്കാം, അത് കളക്ട് ചെയ്തോളണം. ഞാൻ പിന്നെ തോന്നുന്നു ഞാൻ പോകുന്നൊന്നുമില്ല. അപ്പോൾ മോഹൻലാലിനെ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ആദരിക്കുന്ന ചടങ്ങ് നടക്കുമ്പോഴാണ് നമ്മളിത് ചിത്രീകരിക്കുന്നത്. അതിൻ്റെ വാർത്തയൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൊടുക്കാം. എന്നാൽ രസകരമായ ഒരു കാര്യം, ഈ ആദരിക്കൽ തീരുമാനിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം പതുപോലെ വിവാദവുമായി ഓടിയെത്തി. മറ്റൊന്നും പറയാൻ ഇല്ലാത്തതിനാലാകണം ഈ സ്വീകരണത്തിനിട്ട പേരിനെ ചൊല്ലിയാണ് പ്രതിപക്ഷത്തിൻ്റെ ബഹളം. മലയാളം വാനോളം ലാൽ സലാം എന്നാണ് ഈ ആദരിക്കൽ ചടങ്ങിനിട്ടിരിക്കുന്ന പേര്. ലാൽ സലാം സഖാവേ എന്ന് കമ്മ്യൂണിസ്റ്റുകാർ അഭിവാദ്യം ചെയ്യുന്നത് രഹസ്യമായിട്ടല്ല. ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുമ്പോൾ അവർ പലതും നന്നായി ഉപയോഗിക്കും. ഇവിടെയും ഉപയോഗിച്ചു. ലാൽ സലാം എന്നത് എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ലാലിനുള്ള സലാം മാത്രമാണെന്നാണ് സജി ചെറിയാൻ്റെ വിശദീകരണം വന്നത്. സർക്കാർ മോഹൻലാലിനെ ചുവപ്പുവത്കരിക്കുന്നു, ലാൽ സലാം കമ്മ്യൂണിസ്റ്റ് അഭിവാദ്യ രീതിയാണ് എന്നൊക്കെ പല രീതിയിൽ പലരും പറയുന്നു, സതീശനടക്കം ആരൊക്കെയോ. എനിക്ക് തോന്നിയത് മോഹൻലാലിന് മാത്രം ചേരുന്ന ടൈറ്റിലാണിത്. നാളെ മമ്മൂട്ടി സലാമെന്നോ സുരേഷ് ഗോപി സലാമെന്നോ ഒക്കെ ടൈറ്റിലിട്ടാൽ ഇത്രയും ഭംഗി വരില്ല. സജി ചെറിയാൻ പറഞ്ഞ കണക്ക് ലാലെ സലാം എന്ന് പറയാം, പാർട്ടി അഭിവാദ്യവും ആയി. ലാൽ സലാം എന്ന് പറഞ്ഞാൽ പാർട്ടി അഭിവാദ്യം കൂടെ ആയല്ലോ. പിന്നെ ലാലിനെ ചോപ്പിക്കുന്ന കാര്യം, ABVP ഭരിക്കുന്ന MG കോളേജിലെ SFIക്കാരനായ ആളായിരുന്നു മോഹൻലാൽ. ലാൽ സലാം എന്ന് പറഞ്ഞ സിനിമയിൽ മനോഹരമായ മറ്റേ ചിറയങ്കൽപ്പാടി സ്ക്രിപ്റ്റ് എഴുതി വേണുനാഗോളി സംവിധാനം ചെയ്ത ചിത്രത്തിൽ വർഗീസ് വൈദ്യരുടെ വേഷം നന്നായിട്ട് ചെയ്ത ആളല്ലേ മോഹൻലാൽ. അങ്ങനെയും ഒരു ലാൽ സലാം കിടപ്പുണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദിയുടെയും പിണറായി വിജയൻ്റെയും പ്രിയപ്പെട്ട ആളാണല്ലോ മോഹൻലാൽ. അതും രഹസ്യമൊന്നും അല്ലല്ലോ. ഇനി സതീശൻ മുഖ്യമന്ത്രി ആയാലും ആവില്ല എന്നത് വേറെ കാര്യം. മോഹൻലാൽ അപ്പോഴും സതീശനും പ്രിയപ്പെട്ടവനായിരിക്കും. അതാണ് ലാൽ മാജിക് എന്ന് ഞാൻ പറയും. എന്തായാലും മോഹൻലാലിന് സ്വീകരണം നൽകുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലെ ആ ചടങ്ങിന് ലാൽ സലാം. അടുത്തതായി പറയുന്നത്
നമ്മുടെ ജഗദീഷ് സാർ ഈ അടുത്ത കാലത്തായി പലതും പറയുന്നുണ്ട്. ചിലപ്പോൾ തോന്നും അദ്ദേഹം മനസ്സിലുള്ളത് തുറന്നു പറയുകയാണെന്ന്, ചിലപ്പോൾ തോന്നുക വാർത്തയിൽ ഇടം കിട്ടാൻ പറയുന്നതാണെന്ന്, പിന്നെ തോന്നും ബെഡായി പറയുകയാണെന്ന്. ഇപ്പം തന്നെ ജഗദീഷ് സാർ പറയുന്നു ഷാരൂഖ് ഖാൻ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നടനാണ്. ശരിയാണ്. പക്ഷേ പുള്ളി രാവിലെ സെറ്റിൽ വരുമ്പോൾ ജഗദീഷ് സാർ കണ്ട കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ ഓംപുരിയുടെ കാലിൽ തൊട്ട് നമസ്കരിക്കുന്നതാണ്. എല്ലാ ദിവസവും ഇതൊരു പതിവായിരുന്നുവെന്ന് ജഗദീഷ് സാർ പറയുന്നു. ഓംപുരിയുടെ കാലിൽ തൊട്ട് തൊഴും. ആ വിനയമൊക്കെ നമ്മൾ കണ്ടു പഠിക്കണമെന്നാണ് ജഗദീഷ് സാറിൻ്റെ നിർദ്ദേശം. ഗുരുത്വം ഒരുപാടായാൽ ചിലപ്പോൾ പ്രശ്നമാകും അത് എന്ന് ജഗദീഷ് സാറിന് അറിയില്ലേ എന്ന് എനിക്കറിയില്ല. ഇപ്പം ഞങ്ങളുടെ നാട്ടിലെ ശാന്തിവിള യു പി സ്കൂളിൽ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഏറിയ പങ്ക് അധ്യാപകരും നാട്ടുകാരായിരുന്നു. ശാന്തിവിളയും പരിസരത്തുള്ളവരായിരുന്നു. ശാന്തിവിളയിലും വെള്ളായണിയിലും കുളക്കുടി കോണത്തുമൊക്കെ ഉള്ളവരായിരുന്നു ഏറിയ പങ്ക്. കാരണം നേമം ഗോരസ വ്യവസായ സഹകരണ സംഘത്തിൻ്റെ കീഴിലുള്ള സ്കൂളാണ്. അപ്പോൾ ഗോരസം അറിയാലോ, പാൽ സൊസൈറ്റിയുടെ സ്കൂളാണ്. അപ്പോൾ പശു ഏതൊക്കെ വീട്ടിലുണ്ടോ അവിടുത്തെ മക്കളൊക്കെ ശാന്തിയുള്ള സ്കൂളിലെ അധ്യാപകരായി എന്നുള്ളതാണ് സത്യം. അതിൽ ഒരു സാറ് ഉച്ചയ്ക്ക് ഉണ്ണാൻ പോയിട്ടോ മറ്റോ സ്കൂളിലേക്ക് വരുമ്പോൾ എൻ്റെ സഹപാഠിയായ രാമൻ എന്ന രാമേന്ദ്രൻ എതിരെ വന്നു. തൊഴുകയോടെ നമസ്കാരം സാർ എന്ന് രാമേന്ദ്രൻ പറഞ്ഞു. രാമേന്ദ്രൻ ആളിൽ പൊക്കം കുറഞ്ഞ ആളാണ്. വെളുത്തു തുടുത്ത് ആപ്പിൾ പോലെ ഇരിക്കുന്ന രാമേന്ദ്രൻ ചിരിച്ചോണ്ട് പറഞ്ഞു നമസ്കാരം സാർ. ഗുരുത്വം കൂടിയതിനാലാണ് രാമേന്ദ്രൻ അങ്ങനെ പറഞ്ഞത്. പക്ഷെ സാറിന് തോന്നിയത് ആ നമസ്കാരത്തിൽ ഒരു ആക്കലില്ലേ ഉണ്ട് എന്ന് സാറിന് തോന്നി. ക്ലാസ്സിൽ വന്ന ഉടനെ രാമന് ചിറ്റ് പറ്റാന്ന് 4 അടി അടിച്ചു കൊടുത്തു കമ്പെടുത്ത്. രാമനെ മാത്രമല്ല, ഞാനടക്കം പലർക്കും സാറ് കാണിച്ചത് ചെറ്റത്തരമായിരുന്നു എന്ന് തോന്നി. പിന്നെ അദ്ദേഹം ക്ലാസ്സിൽ വന്നാൽ ആരും നമസ്കാരം പറയില്ല എന്ന് മാത്രമല്ല, വേണോ വേണ്ടേ എന്നുള്ള രീതിയിൽ പതുക്കെ എഴിക്കുകയുള്ളൂ. അല്ലാതെ അദ്ദേഹത്തെ കാണുമ്പോൾ ചാടി എണീക്കൊന്നുമില്ലായിരുന്നു. യു പി ക്ലാസ് കഴിഞ്ഞ് ഹൈസ്കൂളിലേക്കും അവിടുന്ന് കോളേജിലും ഒക്കെ പോയിട്ടും രാമന് ഈ സാറിനോട് ഉള്ള പുച്ഛം സൂക്ഷിച്ചു. ദൂരെ നിന്ന് ഈ സാറ് വരുന്നത് കണ്ടാൽ അഴിച്ച് ഇട്ടിരിക്കുന്ന മുണ്ടിനെ മടത്തി കുത്തുമായിരുന്നു രാമൻ. സാറിന് സംഭവം അറിയാം ഇവ എന്തിനാണ് മടത്തി കുത്തുന്നത്. എന്നാൽ അദ്ദേഹം അത് കാണാത്ത പോലെ അങ്ങ് പോകും. ഈ രാമൻ പിന്നീട് ട്യൂട്ടോറിയലിട്ട് അവിടെ അധ്യാപകനായി. രാമനുണ്ടായ അനുഭവം രാമൻ്റെ ശിഷ്യന്മാർക്ക് രാമനിൽ നിന്നുണ്ടായി കാണില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോട്ടെ, ഓംപുരിയെ കാണുമ്പോൾ ഷാരൂഖ് ഖാൻ കാൽ തൊട്ട് നമസ്കരിച്ചു എന്ന് ജഗദീഷ് സാർ പറയുന്നു. ഷാരൂഖ് ഖാൻ ജനിച്ച മതത്തിൽ അന്യരുടെ കാൽ തൊട്ട് വന്ദിക്കാമോ സാറേ എന്നാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. അതും പോട്ടെ, കാരണം അവരുടെ ദൈവത്തോട് മാത്രമേ അങ്ങനെ നമസ്കരിക്കാവൂ എന്നാണ് എനിക്കുള്ള അറിവ്. ഇനി സാറിന് പുതിയ അറിവുണ്ടോ എന്ന് എനിക്കറിയണ്ട. അത് പോട്ടെ, ജഗദീഷ് സാർ എന്താ ഓംപുരിയുടെ കാലിൽ തൊട്ട് തൊഴാത്തത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഓംപുരിയേക്കാൾ വയസ്സുള്ള അല്ലല്ലോ ജഗദീഷ് സാർ. ഓംപുരി 1950-ലും ജഗദീഷ് സാർ 1955-ലും ആണല്ലോ ജനിച്ചത്. അപ്പോൾ 5 വയസ്സിൻ്റെ മൂപ്പുണ്ട് ഓംപുരിക്ക്. അതും പോട്ടെ എന്ന് വയ്ക്കാം. ഞാനും ജഗദീഷ് സാർ ഒന്നിച്ച് വർക്ക് ചെയ്ത സിനിമയാണല്ലോ വെണ്ടർ ഡാനിയൽ സ്റ്റേറ്റ് ലൈസൻസി. താങ്കളെക്കാൾ 20 വയസ്സ് കൂടുതലുള്ള തിലകൻ ചേട്ടനും 10 വയസ്സ് കൂടുതലുള്ള കബീർ പൊന്നമ്മയും ആ സെറ്റിലുണ്ടായിരുന്നല്ലോ. ഈ പറയുന്ന ജഗദീഷ് സാർ എന്താ രാവിലെ കാറിൽ നിന്ന് വന്നിറങ്ങിയ ഉടനെ തന്നെ 2 പേരുടെയും കാലിൽ വീഴാത്തത്? എന്നിട്ടല്ലേ ഷാരൂഖ് ഖാൻ്റെ കഥ പറയാൻ? അതല്ലേ അതിൻ്റെ ഒരു ശരി എന്നാണ് എനിക്ക് ജഗദീഷ് സാറിനോട് ചോദിക്കാനുള്ളത്. എൻ്റെ നാട്ടിലുള്ള ശബരിമലയിലെ ഒരു PR ഉണ്ട്. ദേവസ്വം ബോർഡിൻ്റെ PR ആയിരുന്നു. ഒരു കോട്ടയ്ക്കകം മുരളി. ജഗദീഷ് സാറ് പഠിപ്പിച്ച ആളാണ് കോട്ടയ്ക്കകം മുരളി. മുരളി എന്നോട് സംസാരിക്കുമ്പോഴൊക്കെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. ജഗദീഷിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചാൽ ജഗദീഷ് സാറേന്നേ വിളിക്കും. ജഗദീഷ് സാർ അങ്ങനെ പറഞ്ഞു, ജഗദീഷ് സാറിനെ ഇന്നലെ കണ്ടു എന്നൊക്കെ പറഞ്ഞു. എന്ത് പറഞ്ഞാലും മുരളി ജഗദീഷ് സാറെന്നേ അദ്ദേഹത്തിൻ്റെ ആബ്സെൻറ്റിൽ പറയുള്ളൂ. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതാണ് സാറേ ഗുരുത്വം. ഗുരുത്വത്തിന് കാലിൽ തൊട്ട് തൊഴുകയൊന്നും വേണ്ട സാറേ, കാല് വാരാതിരുന്നാൽ മതി. ഗുരുത്വം കൊണ്ടാണോ ക്യാമറയും വച്ച് കാല് നീട്ടിയിരുന്ന് 1 രൂപ വെച്ച് കൊടുത്തിട്ട് അമ്മയുടെ പ്രായമുള്ളവരെ കൊണ്ടൊക്കെ
നമ്മുടെ സുരേഷ് ഗോപി കാലിൽ തൊഴിക്കുന്നത് എന്ന് എനിക്കറിയില്ല. എനിക്കത് കണ്ടപ്പോൾ പരമ പുച്ഛമാണ് തോന്നിയത്. അതുകൊണ്ട് കാലിൽ തൊട്ട് തൊഴുന്നത് എല്ലാം ഗുരുത്വം കൊണ്ടാണെന്ന് സാർ വിചാരിക്കേണ്ട. പിന്നെ ജഗദീഷ് സാറിൻ്റെ ബഹുമാനം. വെണ്ട ഡാനിയലിൻ്റെ സെറ്റിൽ ഷൂട്ടിങ്ങിനായി ആദ്യ ദിവസം വന്നിറങ്ങിയുടൻ തിലകൻ ചേട്ടൻ എന്നെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞത്, തിരക്കഥയുടെ ഒരു കോപ്പി എനിക്ക് തുടക്കം മുതൽ അവസാനം വരെ നമ്പറിട്ട് സംവിധായകൻ ഒപ്പിട്ട് തരണം, എന്നാലേ ഞാൻ മേക്കപ്പ് ഇടൂ എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ കേട്ടു, എന്തു പറ്റി? ഞാൻ ആ അലി അക്ബറിൻ്റെ മുഖമുദ്ര എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിച്ചല്ലോ. അനന്തം പിള്ള അഥവാ അർജുനൻ പിള്ള എന്ന് പറഞ്ഞ മനോഹരമായ പള്ളാശ്ശേരി തന്നെ ഇരട്ട വേഷം ചെയ്ത ഒരു നാടകമാണ് സിനിമയായത്. ആ പടത്തിൻ്റെ സെറ്റിൽ അയാൾ എനിക്കൊരു പണി തന്നു, ഇനി അത് പാടില്ല. ഞാൻ ചോദിച്ചു, ആര്? ആ കോളേജ് ലെക്ചർ ആര്? ജഗദീഷിനെ പറയുക. തിരക്കഥയുടെ ഒരു കോപ്പി പേജ് ടു പേജ് നമ്പറിട്ട് ഒപ്പിട്ട് കൊടുത്തു തിലകൻ ചേട്ടൻ. ഞാനിത് ചുമ്മാ പറയുകയല്ല, ജഗദീഷ് സാറിനെ കളിയാക്കാൻ പറയുന്നതുമല്ല. അങ്ങനെ ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജഗദീഷ് സാറിന് തന്നെ തോന്നുകയാണെങ്കിൽ ബാലു ഖുരീദിനോട് വിളിച്ച് തിരക്കി നോക്കും. ഇവിടെയൊക്കെയാണ് ബഹുമാനം വേണ്ടത് സാറേ. പുരിജിതാ, അതിന് പകരം വല്ലവരെയൊക്കെ കാല് തൊട്ട് തൊഴണ്ട, ഇങ്ങനെയൊക്കെ കാണിക്കാതിരുന്നാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത കഥ. സന്തോഷ് ടി കുരുവിളയെ സിനിമ ആസ്വാദകർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ആരും കൈ കൊടുക്കാത്ത ആവേശം എന്ന സിനിമ എന്നാൽ ഞാൻ നിർമ്മിക്കാമെന്ന ഏറ്റവും വലിയ വിജയം കൊയ്ത ആളാണ് സന്തോഷ് കുരുവിള. നിർമ്മാതാക്കളുടെ സംഘടന നയിക്കാൻ വരുന്നവരുടെ കുറ്റം കണ്ടുപിടിക്കുന്ന ആളാണ് സന്തോഷ് കുരുവിള. സിനിമാ നിർമ്മാണത്തിന് സാമ്പത്തിക ഞെരുക്കം വന്നാൽ പലിശയ്ക്കാണെങ്കിലും കടം കൊടുത്ത് സഹായിക്കുന്ന ആളാണ് സന്തോഷ് കുരുവിള. മഹേഷിൻ്റെ പ്രതികാരം, മായാനദി തുടങ്ങി ഇപ്പോൾ ഷൈനിക അഭിനയിച്ച ബാൾട്ടി വരെ നിർമ്മിച്ചതും സന്തോഷ് കുരുവിളയാണ്. എന്നും വിവാദ പരാമർശങ്ങൾ നടത്തുന്ന ആളാണ് അദ്ദേഹം എന്ന് പറയാം. ഷൈനികം നായകനായ ബാൾട്ടിയുടെ പ്രമോഷനുമായി പത്രക്കാരെ കണ്ടപ്പോൾ സന്തോഷ് കുരുവിള പറഞ്ഞ ഒരു കാര്യം സിനിമാക്കാർ മാത്രമല്ല മലയാളികൾ ഓർത്താൽ നാടിന് ഗുണം ചെയ്യും എന്ന് ഞാൻ പറയും. സിനിമയിൽ ജാതിയില്ല, മതമില്ല എന്ന് നമ്മൾ എത്ര പറഞ്ഞാലും ഉണ്ട്, നിങ്ങൾക്കറിയാഞ്ഞിട്ടാണെന്ന് പറയുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ജാതിയുണ്ട് എന്ന്, മതമുണ്ട് എന്ന് പറയുന്നവരുണ്ട് ഒരുപാട്. നമ്മൾ എത്ര തർക്കിച്ചാലും വിടില്ല. മലയാളി സ്നേഹ വാത്സല്യത്തോടെ സ്നേഹിച്ച, ആരാധിച്ച, ബഹുമാനിച്ച തിലകൻ ചേട്ടനും ജഗതി ചേട്ടനും പോലും സിനിമയിലെ പഴയ പ്രതാപം അസ്തമിക്കുന്നു എന്ന് കണ്ടപ്പോൾ ജാതി പറഞ്ഞവരാണ് ഇവർ രണ്ടുപേരും. എസ് എൻ കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളാണ് ജാതി കോളം ഫില്ല് ചെയ്യാത്തതിന് തിലകൻ ചേട്ടൻ. പക്ഷേ സിനിമയുടെ അവസാന കാലത്ത് അദ്ദേഹവും പറഞ്ഞു, ഞാനൊരു ഈഴവ സമുദായത്തിൽ പിറന്നവനായതുകൊണ്ടാണ് എന്നെ സിനിമയിൽ നിന്ന് ഒതുക്കുന്നതെന്ന്. ഒരിക്കലും സത്യമായിരുന്നില്ല അത്. പക്ഷേ അദ്ദേഹം പറഞ്ഞു. അതുപോലെ ജഗതിയും പറഞ്ഞു, ഞാനൊരു വിശ്വകർമ്മ സമുദായത്തിൽ പിറന്നതുകൊണ്ട് പലയിടത്തും എനിക്ക് അവഹേളനം ഉണ്ടായിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിലും ശ്രീകുമാരൻ തമ്പി എന്ന് പറയുന്ന, നിങ്ങളൊക്കെ പറയുന്ന, ഞാനല്ല പറയുന്നത്, നിങ്ങളൊക്കെ പറയുന്ന വരേണ്യവർഗത്തിലെ ആൾ ചെയ്ത സിനിമയിലാണല്ലോ ജഗതി ആദ്യമായിട്ട് അഭിനയിച്ചത്. ആ നന്ദിയെങ്കിലും ഉണ്ടെങ്കിൽ അമ്പിളിച്ചേട്ടൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഞാനൊരു നായരല്ലാത്തതിനാൽ എന്നെ പലരും ഒതുക്കുന്നതിൻ്റെ തെളിവുണ്ടെന്ന് തിലകൻ ചേട്ടനും മലയാള സിനിമയിൽ ജാതിയുണ്ട്, ഞാനത് അനുഭവിച്ചവനാണെന്ന് ജഗതി ചേട്ടനും വച്ച് കാച്ചി കളഞ്ഞിട്ടുണ്ട്. എനിക്ക് രണ്ടുപേരോടും ആ സമയത്ത് ഭയങ്കര പുച്ഛം തോന്നി. അയ്യോ, എന്നാലും അവരിങ്ങനെ പറഞ്ഞല്ലോ. കേരളത്തിലെ നായന്മാർ മാത്രം പിന്തുണ നൽകിയാൽ, അവർ മാത്രം സിനിമ കണ്ടാൽ മോഹൻലാലിൻ്റെ സ്റ്റാർഡം നിലനിർത്തി കൊണ്ടുപോകാൻ ആവില്ല എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. മുസ്ലിം സമുദായത്തിലെ ഷിയ, സുന്നി തുടങ്ങി സകല വിഭാഗങ്ങളും ഒന്നിച്ചു നിന്ന് പിന്തുണച്ചാലും മമ്മൂട്ടിക്ക് ഇന്നത്തെ ലെവലിൽ എത്താനാവില്ലെന്നോ, യേശുദാസിനെ ഗാനഗന്ധർവനാക്കിയതിൽ അദ്ദേഹം ജനിച്ചു വീണ ക്രിസ്ത്യൻ വിഭാഗത്തിന് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ വകവെച്ച് തരാത്തവർ ഒരു ചെറിയ പക്ഷം ഇപ്പോഴും മലയാളിയായിട്ടുണ്ട്. ഗാനഗന്ധർവൻ എന്നുള്ള പേര് പോലും അദ്ദേഹത്തിന് കൊടുത്തത് ജി ശങ്കരക്കുറുപ്പായിരുന്നു. ടൊവിനോ തോമസ് എടുക്കുന്ന പല തീരുമാനങ്ങളെയും അംഗീകരിക്കുന്ന വ്യക്തിയാണ് താനെന്നാണ് സന്തോഷ് കുരുവിള പറയുന്നത്. ഒരു സിനിമയിൽ അഭിനയിച്ച് തീർന്ന് പിരിയാൻ നേരം ആ സിനിമയുടെ നിർമ്മാതാവ് ടൊവിനോട് പറഞ്ഞത്, നമ്മളൊക്കെ ക്രിസ്ത്യാനികളാണ്, നമ്മളൊന്നിച്ച് നിൽക്കണം എന്നാണത്രേ. മറുപടി പറയാതെ പോയ ടൊവിനോ സന്തോഷ് ടി കുരുവിളയെ കണ്ടപ്പോൾ ഇക്കഥ പറഞ്ഞു. ഇനി ജീവിതത്തിൽ ആ നിർമ്മാതാവിൻ്റെ സിനിമയിൽ അഭിനയിക്കില്ല എന്നും ടൊവിനോ പറഞ്ഞത്രേ. കുരുവിള പറയുന്നത്, ടൊവിനോയുടെ ആ നിലപാടാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്.
എന്നോട് ഇതുപോലെ ഒരാൾ വന്ന് നമ്മളൊക്കെ ക്രിസ്ത്യാനികളാണ്, നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അവൻ്റെ ചെവിക്കുറ്റിക്കിട്ട് ഒന്ന് പൊട്ടിക്കുമെന്നാണ് സന്തോഷ് കുരുവിള പറയുന്നത്. പാലസ്തീൻ പ്രശ്നത്തിൽ സൈനിക എടുക്കുന്ന നിലപാടുകളെയും കുരുവിള അഭിനന്ദിക്കുന്നു. അഭിനന്ദനീയമാണ് കുരുവിളയുടെയും ടൊവിനോയുടെയും സൈനികത്തിൻ്റെയും ഒക്കെ നിലപാട് എന്ന് അഭിമാനത്തോടെ പറയാം. നമ്മുടെ എന്താ പറയുക, വർത്തമാനകാല കേരളത്തിൽ ഏത് വിഷയത്തിനും ന്യായമല്ലാത്ത ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നത് പോലെ വരട്ടുവാദങ്ങൾ പറയുന്ന ആളാണ് മൈത്രേയൻ. എല്ലാവർക്കും അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ചക്ക എന്ന് പറഞ്ഞാൽ പുള്ളി ചുക്ക് എന്നേ മറുപടി പറയും. അങ്ങനെ ഒരാളെ പറയാൻ പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും കണ്ണു അടച്ചുകൊണ്ട് പറയും അത് നമ്മളെ മൈത്രേയൻ എന്ന് പറയും. നിത്യ ചൈതന്യ യതിയുടെ നല്ല വിവരവും വിദ്യാഭ്യാസവും നല്ല പെരുമാറ്റവും ഒക്കെ ഉണ്ടായിരുന്ന നിത്യ ചൈതന്യ യതിയുടെ അനുജനാണ് ബന്ധം പറഞ്ഞാൽ മൈത്രേയൻ. സന്യാസപ്പണി അല്ലെങ്കിൽ ഫേൺഹില്ലിലെ ആശ്രമ ചുമതല എനിക്ക് പറ്റിയ പണിയല്ല എന്ന് തോന്നിയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയ ആളാണ് മൈത്രേയൻ. തെരുവിൽ ശരീരം വിറ്റ് ജീവിക്കുന്ന അസംഘടിതരായവരെ സംഘടിപ്പിക്കാൻ മുന്നിട്ട് നിന്നതിൻ്റെ പേരിൽ ശ്രദ്ധേയനായ മനുഷ്യനാണ് മൈത്രേയൻ. ആ പ്രവർത്തനത്തിലടക്കം കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ ജയശ്രീയെ വിവാഹം കഴിക്കാതെ കൂടെ കൂട്ടിയ ആളാണ് മൈത്രേയൻ. ഒരു ഘട്ടം കഴിഞ്ഞ് ഡോക്ടർ ജയശ്രീക്ക് കുട്ടി വേണം എന്ന് വാശി പിടിച്ചപ്പോൾ ഒരു കുട്ടിക്ക് ജന്മം നൽകിയ ആളാണ് മൈത്രേയൻ. കന്നി കുസൃതി, നമ്മുടെ പ്രിയപ്പെട്ട നടി. സർക്കാർ ഡോക്ടറായതിനാൽ ജയശ്രീ വടക്കേ മലബാറിലൊക്കെ ജോലിക്കായി പോയതിനാൽ ഒരച്ഛൻ്റെ ഉത്തരവാദിത്വത്തിൽ അല്ലെങ്കിൽ അമ്മയുടെയും കൂടി ഉത്തരവാദിത്വത്തിൽ കന്നി കുസൃതിയെ 18 വയസ്സ് വരെ നന്നായി പഠിപ്പിച്ച് വളർത്തിയ ആളാണ് മൈത്രേയൻ. 18 വയസ്സ് തികഞ്ഞ അന്ന് കനിക്ക് ഇനി സ്വതന്ത്രമായി തനിക്ക് ശരിയെന്ന് തോന്നുന്ന ജീവിത രീതി ആകാം എന്ന് കത്ത് കൊടുത്ത് സ്വതന്ത്രയാക്കിയ ആളുമാണ് മൈത്രേയൻ. നമ്മൾ തമ്മിലുള്ള സഹകരണം ഇവിടെ അവസാനിപ്പിക്കുന്നുവെന്ന് ജയശ്രീക്ക് നിർദ്ദേശം നൽകിയപ്പോൾ സ്വന്തമായ നിലപാടുകളുള്ള സ്ത്രീയായിട്ടും മൈത്രേയൻ്റെ പിരിച്ചുവിടൽ ജയശ്രീ പതറിപ്പോയി. പാവം, കണ്ണിങ്ങനെ നനഞ്ഞു വരുന്നത് ഞാൻ TV കണ്ടു. അങ്ങനെ എന്താ പറയുക, ലിവിങ് ടുഗദറിൽ നിന്ന് പിരിച്ചുവിട്ട ആളാണ് മൈത്രേയൻ. 4 സ്ത്രീകളുമായി എനിക്ക് ശാരീരിക ബന്ധമുണ്ട് എന്ന് പരസ്യമായി പറയുന്ന, അഭിമാനത്തോടെ പറയുന്ന ആളാണ് മൈത്രേയൻ. ക്യാമറയ്ക്ക് മുന്നിൽ മകള് ന്യൂഡായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സിനിമ കണ്ടിട്ട് കനി നന്നായി പെർഫോം ചെയ്തു എന്ന് ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞ ആളാണ് മൈത്രേയൻ. അമ്മ മകൾ തുടങ്ങിയ ബന്ധമൊന്നും നോക്കാതെ കോണ്ടം ഉപയോഗിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റല്ല എന്ന് വാദിച്ച മനുഷ്യനുമാണ് മൈത്രേയൻ. എന്നാൽ ഇത്തരം വരട്ട് വർത്തമാനങ്ങൾക്കിടയിൽ നമ്മൾ ചിന്തിക്കാത്ത പലതും കാണുകയും പറയുകയും ചെയ്യുന്ന മനുഷ്യനുമാണ് മൈത്രേയൻ. അക്കാര്യം ഞാൻ ഈ പറയുന്ന കഥയിൽ മറക്കണ്ട. ആ മൈത്രേയൻ ഇപ്പോൾ ഒരു വിവരം കെട്ട വർത്തമാനം പറഞ്ഞിരിക്കുന്നു. മമ്മൂട്ടിയും മോഹൻലാലും വിജയിച്ചവരല്ല, അവർ സമജീവികളായവരെ കൊള്ളയടിച്ചവരാണ്. വിജയിച്ചെങ്കിൽ അവർ മണ്ടന്മാരും മര്യാദ കെട്ടവന്മാരും ആണെന്നൊക്കെ മൈത്രേയൻ വച്ച് കാച്ചുന്നു. വരട്ട് ന്യായമെന്നേ ഞാൻ ഇതിനെ പറയുള്ളൂ. എനിക്കോട് മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കാം. പിണറായിയെ തെറി പറഞ്ഞാലേ ഇവിടെ എനിക്ക് റീച്ച് കിട്ടൂ, അതിനാൽ പറയുന്നു, മറ്റുള്ളവരെ പറഞ്ഞാൽ ആരും കാണില്ല എന്ന് തുറന്നു പറഞ്ഞ മഹാനാണല്ലോ നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ. അതിനേക്കാൾ മോശം കാഴ്ചപ്പാടാകണം മൈത്രേയനുള്ളത്. വിജയിച്ചവന്മാർ എല്ലാവരും മണ്ടന്മാരാണ് എന്നാണ് മൈത്രേയൻ്റെ കണ്ടുപിടുത്തം. അഹിംസയിലൂടെ സഹനത്തിലൂടെ സമരം നടത്തി വിജയിച്ച മഹാത്മാഗാന്ധി വരെ ഈ മഹാന്റെ കാഴ്ചപ്പാടിൽ തിരുമണ്ടനാണ്. മറ്റുള്ളവരെ കൊള്ളയടിക്കുന്നവർക്ക് വിജയിക്കാനാകൂ എന്നും മൈത്രേയൻ സാർ പറയുന്നു. മമ്മൂട്ടിയും മോഹൻലാലും അഭിനയിച്ച സിനിമയിലെ ലൈറ്റ് ബോയുടെ പേരറിയാമോ എന്നാണ് മൈത്രേയൻ്റെ ചോദ്യം. സ്ക്രിപ്റ്റ് എഴുതിയവൻ്റെ പേര് പറ. ഒരു സിനിമയിൽ സഹകരിക്കുന്നവരെയൊക്കെ അപഹരിച്ചാണ് യവന്മാർ വലിയ വിജയികളാണെന്ന് ഭാവിക്കുന്നത് എന്നാണ് മൈത്രേയൻ്റെ കണ്ടുപിടുത്തം. എന്തൊരു അസംബന്ധം നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു സിനിമയ്ക്ക് ലൈറ്റ് പിടിക്കുന്ന പയ്യൻ്റെ പേരറിയാമോ എന്ന് ചോദിക്കുന്ന അഭിമുഖം നടത്തുന്ന ആളിനോട്. സിനിമയിൽ ലൈറ്റ് ബോയ് മുതൽ കാശ് മുടക്കുന്നവർ വരെ അങ്ങനെയുള്ളവരെ എല്ലാം ആഹരിച്ചാണത്രേ മമ്മൂട്ടിയും മോഹൻലാലും വിജയിക്കുന്നത്. ചോദ്യം ചോദിക്കുന്ന പയ്യൻ ഒരു പൊട്ടനായതിനാൽ അവൻ എന്തൊക്കെ തർക്കിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ മൈത്രേയൻ വിടുന്നില്ല. ഈ പറഞ്ഞ എല്ലാവരെയും ആഹരിക്കാൻ
മൈത്രേയന് തരാം, തനിക്കൊന്ന് വിജയിപ്പിച്ച് കാണിക്കാമോ എന്ന് ചോദിക്കാൻ ഈ പയ്യൻ അറിയില്ല. ഇപ്പം മമ്മൂട്ടിയും മോഹൻലാലും നിർമ്മാതാവിനെയും വിതരണക്കാരനെയും തിരക്കഥാകൃത്തിനെയും ലൈറ്റ് ബോയും മേക്കപ്പ്മാനെയും എല്ലാവരും കൂടെ തിന്ന് വിഴുങ്ങിക്കൊണ്ടാണ് ശ്രദ്ധേയനാവുന്നെന്ന് പറയുന്ന മൈത്രേയ, താങ്കൾക്ക് ഈ ഫെസിലിറ്റീസ് എല്ലാം തരാം, ഇവരെല്ലാം കൂടെ തിന്നുകൊണ്ട് ഒരു മോഹൻലാലോ മമ്മൂട്ടിയോ ആയി ഒന്ന് കാണിക്കാമോ എന്ന് ചോദിക്കണ്ടേ? പക്ഷേ ഈ പാവം പയ്യൻ അവൻ ചോദിക്കുന്നില്ല. ആന്ധ്രയിലുണ്ടാക്കുന്ന അരി ഉള്ളതിനാലാണ് താനിവിടെ ഉണ്ടോണ്ടിരിക്കുന്നത് എന്ന് പറയും പോലെ മമ്മൂട്ടിയും മോഹൻലാലും മറ്റുള്ളവരുടെ ക്രെഡിറ്റ് അടിച്ചു മാറ്റുന്നവരാണെന്നാണ് മൈത്രേയൻ പറയുന്നത്. ആന്ധ്രയിൽ നിന്ന് അരി വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പട്ടിണി കിടക്കും. അപ്പോൾ അവിടെ കർഷകരുണ്ടാക്കുന്ന അരി തിന്നുന്ന നിനക്ക് യാതൊരു ഇതുമില്ല, ഈ സർക്കാരിനും ഇല്ല. ആന്ധ്രയിൽ അരി ആരാണോ ഉണ്ടാക്കുന്നത് അവനാണ് വലിയവനെന്നാണ് പുള്ളി പറയുന്നത്. മറ്റുള്ളവരുടെ ക്രെഡിറ്റും സ്വത്തും അടിച്ചു മാറ്റുന്ന മര്യാദ കെട്ടവന്മാരാണ് മോഹൻലാലും മമ്മൂട്ടിയും എന്ന് ഇദ്ദേഹം പറയും. കുന്തം പിടിച്ചവർക്കല്ല, കുന്തത്തിൻ്റെ മുനയാണ് ആ കടുവയെ കൊന്നതെന്ന് പറഞ്ഞ പോലെയാണ് വിജയിച്ചവന്മാരുടെ മഹാത്മ്യം. ഞാൻ മണ്ടനല്ല എന്നും ലോകത്തിൽ നല്ല വിവരമുള്ള ആളാണെന്നും സ്വയം മാർക്കുന്നതിലും മൈത്രേയന് ഒരു ഉളുപ്പുമില്ല. പുളകിതനായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഞാനൊരു മണ്ടനൊന്നുമല്ല, ഞാൻ ലോകത്തിൽ നല്ല വിവരമുള്ള ആളുകൾ ചുരുക്കം പേരിൽ ഒരാൾ ഞാനെന്നാണ് അദ്ദേഹം പറയുന്നത്. ജ്ഞാനപീഠം കൊടുക്കേണ്ടതാണ്. ഞാനൊരു മണ്ടനാണെന്ന് ഈ ചോരത്തിളപ്പ് തീരുന്ന കാലത്ത് ഈ ബുദ്ധിയുള്ള മഹാന് പറയേണ്ടി വരുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇല്ലേലും ഒരു നാൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യേണ്ടി വരും മൈത്രേയൻ. ഒന്നിൽ ഇതൊക്കെ തിരുത്തി പറയേണ്ടി വരും. ഞാനൊരു മണ്ടനായിരുന്നു, ഞാൻ രജിസ്റ്റർ ചെയ്ത് കല്യാണം കഴിച്ചതല്ല എങ്കിലും ഒരു കുട്ടിക്ക് ജന്മം നൽകിയ ആളെന്നുള്ള നിലയ്ക്ക് എന്നെ ജയശ്രീക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഞാൻ അവളെ പിരിച്ചുവിടാൻ പാടില്ലായിരുന്നു എന്ന് ഇയാൾ പറയേണ്ട ഒരു കാലം വരും. ഇല്ല എങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഫോൺ വിളിച്ചാൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിനെയും കിട്ടത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ആണ് അവർ വിജയിച്ചതെന്നാണ് പറഞ്ഞത്. ഈ ഫോൺ എടുക്കാത്തതുകൊണ്ടാണെന്ന് മമ്മൂട്ടി മോഹൻലാലും വിജയിച്ചത്. പിണറായി വിജയനെയും മോഡിയെയും വിളിച്ചാലും കിട്ടില്ല എന്നാണ്. മൈത്രേനെ പോലെ ചൊറിയും കുത്തി ഇരിക്കുന്നതാണ് മൈത്രേൻ്റെ വിചാരം. ഈ മോഹൻലാലും മമ്മൂട്ടിയും നരേന്ദ്രമോദിയും പിണറായിയൊക്കെ ഒരു പണിയും ഇല്ലാതെ നഖവും വെട്ടി വീട്ടിൽ കുത്തിയിരിക്കുന്നതാണ് മൈത്രേൻ വിചാരിച്ചു വെച്ചേക്കണേ. എൻ്റെ മണ്ടയിലിരിക്കാൻ ഒരുത്തനെയും ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ മൊഴിച്ചിരിക്കേണ്ട. 8 പേർ ഒരിടത്ത് തോറ്റാലേ ഹുസൈൻ ബോൾട്ടിന് വിജയിക്കാൻ പറ്റൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, ഹുസൈൻ ബോൾട്ടിൻ്റെ വിജയമൊന്നുമല്ല, ഓടിയോ മറ്റുള്ളവന്മാർ ഒരു കൺസെഷൻ പോലെ ഓടാത്തതുകൊണ്ടാണ് ഹുസൈൻ ബോൾട്ട് വിജയിക്കുന്നത്. എനിക്കാകെ ഒരു കാര്യം പറയാനുള്ളൂ. മുമ്പൊരിക്കൽ സക്രിയ ഒരു ആർട്ടിക്കിളിൽ എഴുതി, ഈ ബുദ്ധിജീവികളെ കൊണ്ട് എന്ത് പ്രയോജനമെന്ന്. എനിക്ക് മൈത്രേനെ പറ്റി ആലോചിക്കുമ്പോൾ ഇത്തരം വരണ്ട പൊട്ടം കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ ബുദ്ധിജീവികളെ കൊണ്ട് എന്ത് പ്രയോജനമെന്ന് സക്രിയ ചോദിച്ചത് 100% ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത കഥ നമ്മുടെ ചാനലിൽ പറയാൻ പാടില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരു കുറച്ച് പേരുണ്ട് ഞാൻ കഥ പറയാത്ത. കാരണം എന്തിനച്ചാ എന്നെ തല്ലണം, ഞാൻ നന്നാവൂല എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ അപാര തൊലിക്കട്ടിയുള്ളവന്മാരെ കഥകൾ ഞാൻ പറയാറില്ല. അവരങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. കാരണം സർവജ്ഞ പീഠം കയറി എന്ന് വിചാരിക്കുന്നവരെ കുറിച്ചൊന്നും നമ്മൾ പറയാൻ പാടില്ല, വലിയവരാണവർ. എനിക്ക് നമ്മുടെ നടൻ ശ്രീനിവാസനോട് എപ്പോഴും ബഹുമാനം തോന്നുന്നത്, അദ്ദേഹത്തിനോട് പലപ്പോഴും എനിക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത് എത്ര ദീർഘദൃഷ്ടിയുള്ളവനായിരുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ്. അപ്പോഴാണ് നമുക്കുണ്ടായ നഷ്ടം എത്ര വലുതായിരുന്നു എന്ന് അറിയുമ്പോൾ ആ മനുഷ്യനെ വെറുക്കാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം സ്വയം നശിച്ചതല്ലേ. ശ്രീനിവാസൻ ജീവിച്ച് എന്താ പറയുക, സജീവമായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തുമാത്രം സിനിമകൾ നമുക്ക് കിട്ടിയേനെ ഇല്ലേ. അദ്ദേഹം സ്വയം നശിപ്പിച്ചത്. വലിയും കുടിയും അല്പം കൃത്യത പാലിച്ചിരുന്നെങ്കിൽ, അസുഖം വന്നപ്പോൾ യുനാനി പ്രകൃതി ചികിത്സയ്ക്കൊന്നും പോകാതെ കൃത്യമായി പരിശോധനയും മരുന്നുകൾ കഴിക്കുന്നതും ചെയ്തിരുന്നെങ്കിൽ ഈ ജീനിയസിനെ നമുക്ക് കൈമോശം വരില്ലായിരുന്നു. എത്ര വലിയ നഷ്ടമാണ് മലയാള സിനിമയ്ക്ക് ശ്രീനിവാസൻ എന്ന് പറയുന്ന ജീനിയസ് വരുത്തി വെച്ചതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നും ശ്രീനിച്ചേട്ടനോട്. അരാഷ്ട്രീയ വർത്തമാനങ്ങളായിരുന്നെങ്കിലും അദ്ദേഹം തൊടുത്തുവിട്ട സംഭവങ്ങൾ മലയാളികളുടെ മനസ്സുകളിൽ മായാതെ കിടപ്പുണ്ട് ഇന്നും എന്നും. നനച്ചിരിക്കാതെ സൂപ്പർ താരമായി മാറിയ രായപ്പൻ എന്ന സരോജ് കുമാറിനെ മലയാളി മറക്കാറായിട്ടില്ല. ഇത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അതൊന്നുകൂടെ കണ്ടു. തന്നെ കാണാൻ വന്ന നിർമ്മാതാവ് ബേബിക്കുട്ടനോടും സംവിധായകൻ ഭാനുവിനോടും പച്ചാളം പാസി ഇളക്കി വിട്ട് സരോജ് കുമാർ പറയുന്ന ഡയലോഗുകൾ കണ്ടവരുടെയൊക്കെ മനസ്സിലുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇറ്റാലിയൻ മാർബിളിനൊക്കെ ഇപ്പോൾ എന്താ വില? ഫർണിച്ചറിനെല്ലാം തീ പിടിച്ച വിലയാണ് ഗൾഫിൽ.
അപ്പം ഗൾഫിൽ നിന്നാണ് ഫർണിച്ചർ കൊണ്ടുവരുന്നതെന്ന് പറയുകയാണ്. സൂപ്പർ താരങ്ങൾ പ്രതിഫലം കൂട്ടുന്നുവെന്ന് എല്ലാവർക്കും പരാതിയുണ്ടല്ലോ. ഇത് പറയുന്നവന്മാർ വിചാരിച്ചാൽ ഇറ്റാലിയൻ മാർബിളിൻ്റെയും സ്കോച്ച് വിസ്കിയുടെയും വില കുറയ്ക്കാൻ പറ്റുമോ? അപ്പോൾ പച്ചാളം അടുത്ത് നിന്നിട്ട് പറയാണ്, സരോജ് സാറിനാണെങ്കിൽ രാവിലെ റോയൽ സല്യൂട്ട്, ഉച്ചയ്ക്ക് ബ്ലാക്ക് ലേബൽ, രാത്രി പിന്നെ ഷീവാസ് റീഗൽ. അപ്പോൾ ഏതോ ഒരു മന്ത്രി വിളിക്കുന്നുണ്ട് സരോജ് കുമാറിനെ. അപ്പോൾ ഇദ്ദേഹം കുറേ പൊട്ടത്തരങ്ങൾ ഹാ 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 എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടൊക്കെ പറയുന്നുണ്ട്. അവിടെയൊക്കെ മോഹൻലാലിൻ്റെ റിയാക്ഷൻ വേണം കാണാൻ. ഇവനെ ചവിട്ടി കൂട്ടി കൊന്നു കളഞ്ഞാലോ എന്നുള്ള രീതിയിലാണ് മോഹൻലാൽ ഇരിക്കുന്നത്. അപ്പോൾ ഫോൺ വെച്ചിട്ട് തൻ്റെ പി എ ആയ തന്നെ വഴിതെറ്റിക്കുന്ന പച്ചാളത്തിനോട് സരോജ് കുമാർ പറയാണ്, പച്ചാളം ഇന്ന് തന്നെ ഒരു 2 ലക്ഷം രൂപയുടെ ഡ്രാഫ്റ്റ് എടുത്ത് അയച്ചു കൊടുക്കണം, ഏതോ അനാഥ മന്ദിരത്തിനാണ്. കണ്ടില്ലേ, താരങ്ങൾ കാശ് വാങ്ങുന്നുണ്ട്, പക്ഷേ അതുപോലെ ചിലവുമുണ്ട്. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? സത്യം പറയാമല്ലോ, ഒരു മാസം തട്ടിയും മുട്ടിയും ജീവിച്ചു പോകണമെങ്കിൽ തന്നെ 1.5 കോടി രൂപ വേണം എന്നാണ് സരോജ് കുമാർ പറയുന്നത്. അപ്പോൾ പച്ചാളം തിരുത്തു, ചില മാസങ്ങളിൽ 2 വരെ പോവും. അപ്പോൾ സരോജ് കുമാർ ചോദിക്കുന്നു, അതേത് മാസം? അപ്പോൾ ജഗതി പറയും, പച്ചാളം പറയും, ഏപ്രിൽ. അത് പോട്ടെ, ഞങ്ങളുടെ വിഷമങ്ങൾ നിർമ്മാതാക്കൾ മനസ്സിലാക്കുന്നില്ല. ആ പോട്ടെ, ഞങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞ് സമയം കളയുന്നില്ല. ആ പച്ചാളം, ഒബ്രായ് ഹോട്ടലിൽ വിളിച്ച് എൻ്റെ ലഞ്ച് കൊണ്ടുവരാൻ പറയൂ. ഈ സിനിമ എന്ന് പറഞ്ഞ് പച്ചാളത്തിന് വിട്ടിട്ട് മോഹൻലാലിൻ്റെ ഉദയഭാനുവിനോടാണ് ചോദിക്കുന്നത്. പക്ഷേ ബേബിക്കുട്ടിയോടാണ് ചോദിക്കുന്നത്, മുകേഷിൻ്റെ മുഖത്ത് നോക്കിയാണ് ചോദിക്കുന്നത്, ഈ സിനിമയിൽ എത്ര സീനുണ്ട് എനിക്ക്? അപ്പം മോഹൻലാൽ പറയും 51ഓളം. എന്നാൽ 51 കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചോളൂ. ഉദയനാണ് താരം മലയാളി ആസ്വദിച്ച് കണ്ട സിനിമയാണ്. സിനിമാക്കാരെ തൊലി പൊളിച്ചു കാണിക്കുന്ന ചിത്രം. ഈ സിനിമ കാണുന്ന ഒരുത്തനും ഇനി ഇത്തരം ഗീർവാണങ്ങൾ അടിച്ചു വിടില്ല എന്നാണ് മണ്ടനായ ഞാൻ കരുതിയത്. ഉദയഭാനുവിൻ്റെ അല്ല, ഈ പച്ചാളത്തിൻ്റെയും രായപ്പൻ്റെയും പൊങ്ങത്തരങ്ങൾ കണ്ടിട്ടുള്ളതുകൊണ്ട് സിനിമയിൽ വരുന്ന ഒരാളും ഇനി അത്തരം തിരുമണ്ടം വർത്തമാനങ്ങൾ പറയില്ല എന്ന് കരുതി ഞാൻ. പക്ഷേ അത് തെറ്റാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഒരു യൂട്യൂബ് ചാനലിന് അഖിൽ മാരാർ എന്ന വിളയാതെ പഴുത്ത പയ്യൻ എന്നാണ് ഞാൻ ആ പയ്യനെ പറയാറ്. അയാൾ കൊടുത്ത ഒരു അഭിമുഖം എനിക്ക് ആരോ അയച്ചു തന്നു. രായപ്പനേക്കാൾ തൊലിക്കെട്ടി ഇവിടെ ഉള്ള പലരും ഇനിയും മിച്ചമുണ്ട് എന്ന്, മലയാള സിനിമയിലുണ്ട് എന്ന് ഈ അഭിമുഖം, അഖിൽ മാരാറിൻ്റെ അഭിമുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. തൻ്റെ പ്രതിമാസ ചെലവ് ഏകദേശം 3.5 ലക്ഷം രൂപ വരും എന്നാണ് ആ പയ്യൻ പറയുന്നത്. EMI ആയി മാസം തോറും അടയ്ക്കേണ്ടത് 55,000 രൂപയാണ്. അത് കൂപ്പറിനും ബെൻസിനും സമാനമായ തുകയാണ് അത്ര അടയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് കൂപ്പറും ബെൻസും ഉണ്ട് എന്ന് അറിയാനാണ്. ഫ്ലാറ്റിന് 24,000 രൂപ. വണ്ടികളുടെ ഇന്ധന ചെലവ് പ്രതിമാസം 50,000 രൂപയുടെ ഡീസൽ അടിക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ മാസം അത് 70,000 ആയി. ജഗതി പറഞ്ഞാൽ ഏപ്രിലിൽ എന്ന് പറയും പോലെ കഴിഞ്ഞ മാസം ചിലവ് 70,000 ആയി ഡീസൽ അടിക്കാൻ. 10 കിലോമീറ്റർ മൈലേജുള്ള ബെൻസിൽ തിരുവനന്തപുരത്ത് പോകണമെങ്കിൽ 7,000 രൂപയുടെ ഡീസൽ അടിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. കൊച്ചിയിൽ ട്രാഫിക് തിരക്ക് കാരണം 1 ലിറ്ററിൽ 7 അല്ലെങ്കിൽ 8 കിലോമീറ്ററേ കിട്ടൂ ഇദ്ദേഹത്തിൻ്റെ കൂപ്പറിനും ഇദ്ദേഹത്തിൻ്റെ ബെൻസിനും ഒക്കെ. വീട്ടു ചെലവ്, കുട്ടികളുടെ പഠനം, മാതാപിതാക്കളുടെ മരുന്നുകൾ, അവർക്ക് ചെലവിന് കൊടുക്കുന്ന തുക, ചിട്ടി, ഫ്ലാറ്റിൻ്റെ ലോണ്, പിന്നെ BMW ബൈക്കിൻ്റെ ലോണ്, ബെൻസിൻ്റെ ലോണ് എല്ലാം കൂടെ കോടീശ്വരനായിരുന്നില്ലെങ്കിൽ ഞാൻ തെണ്ടി കുത്തുവാള എടുത്തനെ എന്നാണ് ഈ അഖിൽ മാരാർ ആ അഭിമുഖത്തിൽ പറയുന്നത്. എനിക്ക് അഖിൽ മാരാറിന് വേറൊന്നും പറയാനില്ല. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനിപ്പോൾ എനിക്കൊരു 5 ലക്ഷം രൂപ ഉണ്ടാക്കണമെങ്കിൽ ഒരു ഉദ്ഘാടനത്തിന് പോയാൽ മതി, 5 ലക്ഷം രൂപ കൊടുത്ത് ഈ അഖിൽ മാരാറെയൊക്കെ വിളിച്ചുകൊണ്ട് പോകണവൻ്റെ തലയിൽ ഓളമല്ലേ നിങ്ങൾ ആലോചിച്ചു. അങ്ങനെ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ അദ്ദേഹം പറയും. എനിക്ക് അഖിൽ മാരാർ എന്ന് പറഞ്ഞ ആ കൊച്ചനുജനോട് പറയാനുള്ളത്, ഒന്നാമത് ഇതിൽ ഈ അമ്മയ്ക്കും അച്ഛനും ചെലവിന് കൊടുക്കണമെന്നൊന്നും പരസ്യമായിട്ട് പറയരുത്. അത് തൻ്റെ ഉത്തരവാദിത്വമല്ലേ. അവർക്ക് മരുന്ന് വാങ്ങുന്നതെന്നും ഇങ്ങനെ പറയരുത്. അതൊരു വലിയ തെറ്റാണ്, പാപമാണ്. അതുപോട്ടെ, എനിക്ക് അഖിൽ മാരാറോട് പറയാനുള്ളത്, സരോജ് കുമാർ എന്ന് പറഞ്ഞ പടം കാണണ്ട, പക്ഷേ ഉദയനാണ് താരം എന്ന് പറഞ്ഞ സിനിമ ദിവസവും രാവിലെ എഴിച്ചാൽ തുടർച്ചയായിട്ടൊരു 10 ദിവസം കണ്ടാൽ
തൻ്റെ അസുഖത്തിന് ചെറിയ ഇളവുണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.